നമ്മളൊക്കെ ഏറെ ഞെട്ടിപ്പിക്കുന്ന, ഏറെ ആശങ്കയിലാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ശബരിമല, നമുക്കറിയാം ശബരിമലയെ സംബന്ധിച്ച് എന്തൊക്കെ വിവാദങ്ങളാണ് ഇതിനു മുൻപും. ആ ക്ഷേത്രത്തെ അല്ലെങ്കിൽ അവിടെ എത്തുന്ന വിശ്വാസികളെ സമാധാനത്തോടെ അവിടെ എത്താൻ ഇപ്പോൾ ഇരിക്കുന്ന സർക്കാരുകൾ സമ്മതിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. സ്ത്രീകളെ, അതായത് യുവതീ പ്രവേശനം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ കയറ്റി ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടമാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതല്ലേ എന്ന പല പ്രേക്ഷകരും ചോദിക്കാം. സത്യത്തിൽ ഇത് വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഇത്തരത്തിൽ ചെയ്തവരെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും. ഇപ്പോൾ ശബരിമലയിലെ ശ്രീലകത്തെ സോപാനത്തിന് മുന്നിലെ ദ്വാരപാലകരുടെ വിഗ്രഹം കാണാനില്ല എന്നുള്ള, വിഗ്രഹപാളികൾ കാണാനില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഈ ശ്രീലകത്തെ സോപാനത്തിലുള്ള വിഗ്രഹം കാണാനില്ല. തൻ്റെ അറിവോടെ അല്ല വിഗ്രഹം ഇളക്കി മാറ്റിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശബരിമലയുടെ കാര്യങ്ങൾ നോക്കാനായി ഏൽപ്പിച്ചിരിക്കുന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ തന്നെ കോടതിയിൽ പറയുകയാണ്, ഇവിടുത്തെ വിഗ്രഹം കാണാനില്ല, ദ്വാരപാലകന്മാരുടെ വിഗ്രഹം കാണാനില്ല, അതെൻ്റെ അറിവോടെ അല്ല ഇവിടെ ഇളക്കി മാറ്റിയിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ്? വിഗ്രഹം എങ്ങോട്ടാണ് കൊണ്ടുപോയത്? എന്തിനാണ് കൊണ്ടുപോയത്? ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. കാരണം വനിതാ മതിലും നവോത്ഥാന മതിലും അയ്യപ്പ ഭക്തരെയും ഒക്കെ ഇവിടെ ജയിലിൽ അടച്ച് അവർക്കെതിരെ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്. അത്തരത്തിൽ ശബരിമലയെ തകർക്കാനായി ഒരു കൂട്ടം ഇങ്ങനെ കച്ചകെട്ടി നിൽക്കുമ്പോഴാണ് സോപാനത്തിലെ വിഗ്രഹങ്ങൾ കാണാതായത് എന്നുള്ളത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. മാത്രമല്ല ഇത് വളരെ ഗുരുതരത്തോടെ തന്നെ നമ്മൾ ഇതിനെ നിരീക്ഷിക്കുകയും വേണം. വളരെ ഗുരുതരമായ ഒരു വാർത്തയാണിത്. അതായത് ഈ വരുന്ന 10-ാം തീയതി പമ്പയിൽ അയ്യപ്പ സംഗമം, നമുക്കറിയാലോ പിണറായി സർക്കാർ ഹിന്ദുക്കളുടെ വോട്ട് നേടാനായിട്ട് കാണിക്കുന്ന വെറും വൃത്തികെട്ട നാടകങ്ങളുടെ ഒരു ഭാഗം കൂടിയാണ് അയ്യപ്പനെ കൂട്ടുപിടിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ രീതിയിൽ പ്രചരണമൊക്കെ നടത്തി നമ്മൾ കണ്ടത്. അയ്യപ്പന്മാരെ തല്ലിച്ചതച്ച അയ്യപ്പന്മാരോട്, അല്ലെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച അയ്യപ്പ ഭക്തരോട് പിണറായി സർക്കാർ കാണിച്ചത് എന്താണ് എന്ന് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരുന്നതാണ്. ആ പിണറായിയുടെ സർക്കാരാണ് ഇപ്പോൾ പറയുന്നത്, ഞങ്ങൾ അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ്, എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ്. പിണറായിക്ക് ലേശം ഉളുപ്പും നാണവും ഉണ്ടെങ്കിൽ പിണറായി വിജയൻ ആദ്യം കേരളത്തിലെ അയ്യപ്പ സമൂഹത്തോട്, അയ്യപ്പ ഭക്തരോട് ഒരു മാപ്പ് വേണം നിങ്ങൾ ആദ്യം പറയാനുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലാതെ ഇത്തരം വൃത്തികെട്ട കളികൾ കളിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു വിഷയം നമ്മളിതിൽ നോക്കിയാൽ, ശബരിമലയിലെ പ്രതിഷ്ഠാ വിഗ്രഹത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് സോപാനത്തിലെ ദ്വാരപാലകന്മാരുടെ വിഗ്രഹം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അയ്യപ്പന്റെ വിഗ്രഹം പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെയാണ് സോപാനത്തിലെ ദ്വാരപാലകന്മാരുടെ വിഗ്രഹം എന്നുള്ളത്. ആ വിഗ്രഹമാണ് ഇന്ന് ആ വിഗ്രഹം കാണാനില്ല എന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി അറിയിച്ചെങ്കിൽ നാളെ അയ്യപ്പനെ പോലും അവിടെ നിന്ന് കൊണ്ടുപോയാൽ നമ്മൾ അറിയുന്നത് ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം ഭക്തർ മറന്നു പോകരുത്. ഇവർ പറയുന്നത്, വിഗ്രഹം എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയി എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നത്. ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ, ശബരിമലയിലെ കാര്യങ്ങൾ മൊത്തവും നോക്കുന്ന സ്പെഷ്യൽ കമ്മീഷൻ അറിയാതെ എങ്ങനെയാണ് വിഗ്രഹം ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയത്? ആരാണ് കൊണ്ടുപോയത്? കൊണ്ടുപോകാൻ ആരാണ് ഇവർക്ക് അനുവാദം നൽകിയത്? ദേവസ്വം ബോർഡാണോ അനുവാദം നൽകിയത്? അതാ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ആണോ? അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് അങ്ങനെ ആരെങ്കിലും ആണോ? ആരുടെ അറിവോടെയാണ് ഈ വിഗ്രഹം ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെങ്കിൽ, അത്തരത്തിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആരുടെ അറിവോടെയാണ് കൊണ്ടുപോയത് എന്നുള്ളതാണ്. എന്തു തന്നെ ആയാലും ഇത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അവരൊന്നും അറിയാതെയാണ് ഈ പ്രവൃത്തി നടന്നിരിക്കുന്നത്. അതായത് 4ാം ഓണമായ ചതയ ദിനത്തിലാണ്, ഓണത്തിന്റെ പൂജകൾ പൂർത്തിയാക്കി നടയടച്ച ശേഷം ചന്ദ്രഗ്രഹണം കൂടിയായിരുന്നു. അതുകൊണ്ട് നേരത്തെ നടയടച്ചു. ഇതിനുശേഷമാണ് വിഗ്രഹങ്ങൾ ഇവിടെ നിന്ന് ഇളക്കി മാറ്റിയത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്റെ കാറിലാണ് ചെന്നൈയിലേക്ക് ഈ ദ്വാരപാലകരുടെ വിഗ്രഹം കൊണ്ടുപോയത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിന്റെ സത്യാവസ്ഥ ഇനി പുറത്തു വരേണ്ടതുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം തന്നെയാണ്, മോഷണ സമാനമായ ഒരു കുറ്റകൃത്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.
മാത്രമല്ല ശബരിമലയുടെ ഈ കാര്യങ്ങളിലൊക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വലിയ കളങ്കമേൽപ്പിക്കുന്ന പ്രവൃത്തി കൂടിയായി ഇത് മാറിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആചാര സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയ പ്രത്യുൽ പാൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വളരെ കുറ്റകരമായ വീഴ്ചയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പവിത്രമായ ശബരിമല ശ്രീകോവിലിന്റെ മുന്നിലുള്ള ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളിയാണ് ഇളക്കി യാതൊരു അനുമതിയും കൂടാതെ നിർദ്ദേശവും കോടതിയുടെ നിർദ്ദേശമോ ഒന്നും കൂടാതെ ചെന്നൈയിലേക്ക് രാത്രിയുടെ മറവിൽ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശബരിമലയിലെ ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾക്കായിട്ടാണ് ഈ ദ്വാരപാലകന്മാരുടെ വിഗ്രഹങ്ങൾ കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് ദേവസ്വം ബോർഡിന്റെ വാദം. അത്തരത്തിൽ ശ്രീകോവിലുമായി ബന്ധപ്പെട്ടോ സ്വർണവുമായി ബന്ധപ്പെട്ടോ ഉള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് ഹൈക്കോടതിയുടെ പ്രത്യേക കമ്മീഷനെ നിയോഗിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത് ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന കമ്മീഷന്റെ സാന്നിധ്യത്തിൽ അതിന്റെ കേടുപാടുകൾ പരിശോധിച്ച് ആ പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയെ ബോധിപ്പിച്ച ശേഷം മാത്രമേ ഈ നിർദ്ദേശിക്കുന്ന കമ്മീഷന്റെ സാന്നിധ്യത്തിൽ അറ്റകുറ്റപ്പണിക്കായി ആ വിഗ്രഹങ്ങൾ അഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്താതെ സന്നിധാനത്ത് വെച്ച് തന്നെ, അതായത് മറ്റൊരു സ്ഥലത്തേക്ക് അത് കൊണ്ടുപോവാതെ സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്ന നിർബന്ധമുണ്ട്. അങ്ങനെ ചെയ്യുന്ന നടപടികൾ അതിന്റെ സാന്നിധ്യം ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ സാന്നിധ്യവും ഇതിൽ ഉണ്ടാകണം. സ്വർണം എടുക്കുന്ന പക്ഷം അതിന്റെ അളവും തൂക്കവും ഒക്കെ കൃത്യമായിട്ട് കണക്കാക്കണം. അതിൽ നിന്ന് സ്വർണം അധികം വരുന്ന പക്ഷം അതിൻ്റെയും അളവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അഥവാ ഒരു ദിവസം കൊണ്ട് അതിന്റെ പണി പൂർത്തിയായില്ലെങ്കിൽ അത് ലോക്കറിൽ വെച്ച് കമ്മീഷന്റെ സാന്നിധ്യത്തിൽ പൂട്ടി സീൽ ചെയ്യുകയും പിറ്റേ ദിവസം തുറക്കുമ്പോൾ കമ്മീഷന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയും അത് പൂർത്തിയാകുന്നിടം വരെ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന കമ്മീഷൻ അവിടെ ഉണ്ടാവുകയും പൂർത്തിയായ ശേഷമുള്ള റിപ്പോർട്ടും ഹൈക്കോടതിയെ ബോധിപ്പിക്കണമെന്നുള്ള നിയമങ്ങൾ നിലവിൽ നിൽക്കെ ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സ്വർണ്ണപ്പാളി അവിടെ നിന്നും അടർത്തിക്കൊണ്ട് രാത്രിയുടെ വറവിൽ ഒരു മോഷണ സമാനമായിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ചെന്നൈയിലെ ഏതോ കമ്പനി എന്ന് പോലും പറയാതെ ഏത് കമ്പനിയാണ് എന്ന് പോലും വ്യക്തമാക്കാതെ കടത്തിക്കൊണ്ടുപോയി എന്ന് തന്നെയാണ് പറയേണ്ടത്. അറ്റകുറ്റപ്പണികൾക്ക് എന്ന വ്യാജേന അവിടെ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത് വളരെ കുറ്റകരമായൊരു മോഷണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിനെതിരെ ശക്തമായ നടപടി കോടതിയുടെ ഭാഗത്തു നിന്ന് വേണം, അല്ലെങ്കിൽ നിയമ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് മോഷണ സമാനമായ സംഭവം തന്നെയാണ്. ഇതൊരു വലിയ ഗൂഢാലോചനയുടെ പുറത്ത് ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഒരു ദേവസ്വം ഉദ്യോഗസ്ഥന്റെ കാറിലാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ദേവസ്വം ഉദ്യോഗസ്ഥന് കോടതിയുടെ അനുമതിയില്ല, ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ല, സർക്കാരിന്റെ അനുമതിയില്ല. പിന്നെ എങ്ങനെയാണ്, ആരുടെ അനുമതിയുടെ പുറത്താണ് ഇയാൾ ഈ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയത് എന്നുള്ളതാണ്. ഈ ദേവസ്വം ബോർഡ് PRO ഈ ഓണവുമായി ബന്ധപ്പെട്ട് പൂജകളെ സംബന്ധിച്ച് ആദ്യം ഇതിലൊരു അറിയിപ്പ് വന്നു. അതിന്റെ തൊട്ടു പിന്നാലെ 4-ാം ദിവസം നട അടയ്ക്കുന്നതിൽ തിരുത്തെന്ന് കാണിച്ച് PROയുടെ മറ്റൊരു കുറിപ്പ് വന്നു. അതിൽ പറയുന്ന കാരണം ചന്ദ്രഗ്രഹണമായതുകൊണ്ട് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നട നേരത്തെ അടക്കിയാണ്. ഒരുപക്ഷെ ഈ വിഗ്രഹം കൊണ്ടുപോകാനുള്ള കാരണങ്ങൾക്ക് വേണ്ടിയാകാം ഒരുപക്ഷെ ഇവരൊക്കെ കൂടി ചേർന്ന് നട നേരത്തെ അടച്ചത് എന്ന് അനുമാനിക്കാം. ഇതിന് പിന്നീടൊരു പ്ലാനിംഗ് ഉണ്ട്, അത് കൃത്യമാണ്. ആ പ്ലാനിംഗ് എന്തായാലും പുറത്തു വരണം, അല്ലെങ്കിൽ നാളെ കൊണ്ടുപോകുന്നത് അയ്യപ്പനെ ആയിരിക്കും. അത് നമ്മൾ അറിയുന്നത് എത്തേണ്ടിടത്ത് അയ്യപ്പ ഭഗവാന്റെ വിഗ്രഹം എത്തിയതിന് ശേഷമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം. മാത്രമല്ല ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും വേണം.